കാസർകോട് ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി പോലീസ്. തുടർച്ചയായ ലഹരി കേസുകളിൽ പ്രതികളാകുന്നവരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കും. പിറ്റ് NDPS ആക്ടിൽ ഉൾപ്പെടുത്തി ജില്ലയിൽ ഇതുവരെ 9 പേരെയാണ് തടവിലാക്കിയത്. കേരള കർണാടക അതിർത്തി ജില്ലയായ കാസർഗോഡ് ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ശക്തമായ നടപടിയിലേക്ക് കടന്നത്. അതിർത്തി കേന്ദ്രങ്ങളിലെ പരിശോധനകൾ കൊണ്ട് മാത്രം ഫലമില്ലാതായതോടെ തുടർച്ചയായി ലഹരിക്കടത്തു കേസുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ പ്രിവെൻഷൻ ഓഫ് ഇലിസിറ്റിക് ട്രാഫിക് NDPS ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു തുടങ്ങി. ബദിയെടുക്ക മൂകമ്പാർ സ്വദേശി അലക്സ് ചാക്കോ, പടന്നക്കാട് സ്വദേശി P വിഷ്ണു എന്നിവരുൾപ്പെടെ ഈ വർഷം മാത്രം 9 പേരെയാണ് പോലീസ് കരുതൽ തടങ്കലിൽ പാർപ്പിച്ചത്. ലഹരിക്കടത്ത് സംഘത്തിലെ കൂടുതൽ പ്രതികളെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവി സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് പിടികൂടുന്ന പ്രതികളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.